ജലവിതരണ പദ്ധതികൾ പൂർത്തിയാകും മുൻപ് ജലവിഭവ വകുപ്പിൽ തിടുക്കപ്പെട്ട് കരാറുകാരുടെ കുടിശ്ശിക വിതരണം 4000 കോടി രൂപയാണ് വിതരണം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വരും മുൻപ് കുടിശ്ശിക വിതരണം പൂർത്തിയാക്കാൻ എംഡിയുടെ നിർദ്ദേശം. നബാർഡിൽ നിന്ന് ലോൺ എടുത്താണ് പണം കൈമാറുന്നത്. വിതരണം വേഗത്തിലാക്കാൻ വകുപ്പിലെ 10 ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റി. തെരഞ്ഞെടുപ്പ് ഫലം വരും മുൻപേ തിരക്കിട്ട് തുക വിതരണം ചെയ്യുന്നതിൽ ദുരൂഹതയുണ്ട്. എന്നാൽ 2 വർഷമായി നൽകാനുള്ള കുടിശ്ശികയാണ് കൊടുത്തു തീർക്കുന്നതെന്നാണ് വകുപ്പിന്റെ വിശദീകരണം. തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസക് വിശദാംശങ്ങൾ നൽകും. സുനിൽ, സാധാരണയായിട്ട് സർക്കാർ വകുപ്പുകളിൽ ഒരു പദ്ധതി കഴിഞ്ഞു, ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞാൽ പോലും അതിന്റെ പണം കിട്ടാതെ കരാറുകാർ പിന്നാലെ നടക്കുന്ന സ്ഥിതിയാണ്. പക്ഷേ ഇതിപ്പോൾ പദ്ധതിയൊക്കെ പൂർത്തിയാകുന്നതിന് മുൻപേ പണം കൊടുക്കാൻ തിടുക്കപ്പെട്ടുള്ള നീക്കത്തിന്റെ പിന്നിൽ എന്താണ്? ജിൽസി, ആദ്യം തന്നെ പറയണം, അതായത് ജൽജീവൻ മിഷന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കരാറെടുത്ത ആളുകൾക്ക് കഴിഞ്ഞ 1 വർഷമായി കുടിശ്ശികയുണ്ടായിരുന്ന തുകയാണ് ഇപ്പോൾ നൽകുന്നത്. ഏതാണ്ട് 4000 കോടി രൂപ എന്ന വലിയ സംഖ്യയാണ്. ഏതാണ്ട് കരാറുകാരും ഉപകരാറുകാരുമായി ഏതാണ്ട് 280ഓളം ആളുകൾക്കാണ് ഇപ്പോൾ ഈ തുക വിതരണം ചെയ്യാനുള്ളത്. പക്ഷേ ചില കാര്യങ്ങൾ, ഇതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില കാര്യങ്ങളിലെ അസ്വാഭാവികതയാണ് ഇപ്പോൾ വലിയ തോതിൽ വിവാദത്തിലേക്ക് വരാനുള്ള കാരണം 2 കാര്യങ്ങൾ. ഒന്ന്, സംസ്ഥാന സർക്കാർ പകുതി തുകയും കേന്ദ്ര സർക്കാർ പകുതി തുകയും എന്ന നിലയ്ക്കാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാരിന് ഈ തുക നൽകാൻ കഴിയാത്തതിനെ തുടർന്നാണ് ഈ പണി പലപ്പോഴും പെൻഡിങ്ങിലായതെന്നാണ് കരാറുകാർ തന്നെ പറയുന്നത്. അതിൽ പക്ഷേ ഇപ്പോൾ ഈ പൈപ്പ് ലൈൻ സ്ഥാപിച്ചതുമൊക്കെയായി ബന്ധപ്പെട്ട് വീടുകളുടെ മുറ്റത്ത് മറ്റ് പൈപ്പ്, അതുപോലെ തന്നെ മീറ്റർ മറ്റുമൊക്കെ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട തുകയാണ് ഇപ്പോൾ കരാറുകാർക്ക് നൽകാൻ ബാക്കിയുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പണി പക്ഷേ പൂർത്തിയായിട്ടില്ല എന്നതാണ്. അതായത് ഇതിന്റെ അതുപോലെ വലിയ പൈപ്പ് ലൈനുകൾ ഇതൊന്നും സ്ഥാപിച്ചിട്ടില്ല. ഈ വീടുകളുടെ മുറ്റത്ത് പൈപ്പ് സ്ഥാപിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ വീട്ടുമുറ്റത്തേക്ക് എത്തിയിട്ടില്ല. അതിനു മുമ്പാണ് ഈ തുക നൽകുന്നതെന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ തുക നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ തുക നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സമയമാണ്. അതായത് ഇതിൽ MD വിശ്വനാഥ് സിൻഹയുടേതായി വന്ന ഒരു വാർത്താക്കുറിപ്പ്, ഒരു ഉത്തരവ്, ആ ഉത്തരവാണ് ഇപ്പോൾ സംശയം ജനിപ്പിക്കുന്നത്. ആ ഉത്തരവിൽ പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുമ്പ് 10 ദിവസത്തിനുള്ളിൽ ഈ മുഴുവൻ തുകയും കൊടുത്തു തീർക്കണമെന്നതാണ്. അതായത് എന്തിനാണ് ഇത്തരത്തിൽ തിടുക്കപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ വലിയ തുക, അതായത് 4000 കോടി രൂപ എന്ന വലിയ തുക ഇപ്പോൾ വിതരണം ചെയ്യുന്നതെന്നാണ് ഒരു പ്രധാനപ്പെട്ട സംശയമായി വരുന്നത്. മറ്റൊന്ന്, ഈ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടി കാസർഗോഡ് മുതൽ ജലവിഭവ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഏതാണ്ട് 10ലധികം ജീവനക്കാരെ തിടുക്കപ്പെട്ട് ഈ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു എന്നതാണ്. അതായത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ നിൽക്കുകയാണ്. അത് ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ ഈ തുക വിതരണം ചെയ്യുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രം ഈ 10ലധികം ജീവനക്കാരെ തിരുവനന്തപുരത്തേക്ക്, കാസർഗോഡ് മുതൽ ജോലി ചെയ്യുന്ന ആളുകളാണ്, അവരെ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവും ഇപ്പോൾ MDയുടേതായി പുറത്തിറങ്ങിയിട്ടുണ്ട്. അതായത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് വിതരണം ചെയ്യുന്ന സമയവുമായി ബന്ധപ്പെട്ടുള്ള MDയുടെ ഉത്തരവാണ് ഒന്ന് പ്രധാനമായും ദുരൂഹതയുണ്ടാക്കുന്നത്. 10 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുമ്പ് ഈ മുഴുവൻ തുകയും വിതരണം ചെയ്യണമെന്നാണ് ഒന്ന്. നബാർഡിൽ നിന്ന് ലോൺ എടുത്താണ് ഈ 4000 കോടി രൂപ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വിതരണം ചെയ്യുന്നതെന്നാണ് മറ്റൊരു കാര്യം. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ അത് ലംഘിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ ട്രാൻസ്ഫർ ചെയ്തു പോലും തിടുക്കപ്പെട്ടത് ചെയ്യുന്നു എന്നതാണ്. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പണി പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല. പൂർത്തിയാകാത്തൊരു പദ്ധതിക്ക് വേണ്ടിയാണ് ഇപ്പോൾ നബാർഡിൽ നിന്ന് 4000 കോടി രൂപ കടമെടുത്ത് ഇപ്പോൾ കരാറുകാർക്ക് നൽകുന്നത്. പക്ഷേ നമ്മൾ ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് ഈ പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടില്ല എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ വീടുകളിലേക്കുള്ള പൈപ്പ് ലൈനും അത് ചെറിയ പൈപ്പ് ലൈനും പൈപ്പും അതുപോലെ മീറ്ററും പൂർണ്ണമായും സ്ഥാപിച്ചിട്ടുണ്ട്. അത് സ്ഥാപിച്ചതിന്റെ തുക അവർക്ക് ഏതാണ്ട് 1 വർഷമായി കുടിശ്ശികയാണ്. ആ തുകയാണ് ഇപ്പോൾ കൊടുത്തു തീർക്കുന്നത് എന്ന ഒരു ന്യായമാണ് ജലവിഭവ വകുപ്പിൽ നിന്ന് പറയുന്നത്. അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിലും ഇതിന്റെ ഒരു സമയവും ഇതിന്റെ പദ്ധതി പൂർത്തിയായില്ല എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ ദുരൂഹതയുണ്ടാക്കുന്നത്. ശരി, തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസക്കാണ് വിശദാംശങ്ങൾ നൽകിയത്.